മലയാള സിനിമയുടെ കാരണവർ നമ്മുടെ സ്വന്തം നടൻ മധു സർ. വെള്ളിത്തിരയിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ വിസ്മയം തീർത്ത ആ വലിയ മനുഷ്യൻ ഇന്ന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോവിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ്. സ്നേഹത്തോടെ തങ്കം എന്ന് വിളിച്ചിരുന്ന ഭാര്യ ജയലക്ഷ്മിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഇന്നും ആ മനസ്സ് വിതുമ്പുന്നു. 50 വർഷത്തിലേറെയായി നീണ്ട ദാമ്പത്യം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും മധുസാറിൻ്റെ ലോകം തൻ്റെ തങ്കം എന്ന ജയലക്ഷ്മി തന്നെയായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ മരിക്കുമ്പോൾ അവൾ ജീവിച്ചിരിക്കണം എന്നതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. തനിക്ക് ശേഷം അവൾ ഈ ലോകത്ത് തനിച്ചാകരുത് എന്ന ആ വലിയ സ്നേഹമായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. 2014 ജയലക്ഷ്മി അദ്ദേഹത്തെ തനിച്ചാക്കി യാത്രയായി. ആ വിയോഗം ഏൽപ്പിച്ച ആഘാതം ഇന്നും ആ വാക്കുകളിൽ പ്രകടമാണ്. ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞ് എത്ര വൈകി വീട്ടിലെത്തിയാലും തനിക്കായി കാത്തിരിക്കുന്ന തങ്കത്തിൻ്റെ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. വർഷങ്ങളോളം ആ പതിവ് തുടർന്നു. പിന്നീട് ജയലക്ഷ്മി രോഗബാധിതയായപ്പോൾ ഒരു നിമിഷം പോലും തനിക്ക് മാറി നിൽക്കാൻ മനസ്സനുവദിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാത്രി എത്ര വൈകിയാലും ഞാൻ വീട്ടിലെത്തുമായിരുന്നു. അവൾ കിടക്കുന്ന മുറിയിൽ പോയി നോക്കും. ഉറങ്ങുകയാണെങ്കിൽ വിളിക്കില്ല. എങ്കിലും അവിടെ അവൾ ഉണ്ടെന്ന തോന്നൽ നൽകുന്ന ആശ്വാസം വലുതായിരുന്നു. അദ്ദേഹം പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും വളരെ പ്രസക്തമാണ്. ഏകാന്തതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കും. എനിക്ക് ഏകാന്തത അനുഭവപ്പെടുന്നില്ല. രാവിലെ 3 പത്രങ്ങൾ വരുന്നുണ്ട്. അത് വായിച്ചു തീർക്കുമ്പോഴേക്കും സമയം പോകും. പിന്നെ കാണാൻ ഒരുപാട് സിനിമകളുണ്ട്. അതിഥികൾ വരുന്നുണ്ട്. ഒരുപാട് കോളുകളും വരുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി മകൾ ഉമ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എങ്കിലും എല്ലാവരും പോയി കഴിയുമ്പോൾ തൻ്റെ മുറിയിൽ എവിടെയോ അവൾ ഉണ്ടെന്നുള്ള തോന്നൽ തനിക്ക് വലിയൊരു ആശ്വാസം നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തങ്കം പോയതോടെ ഒരു മരണം അവൾക്ക് ആശ്വാസമായിരുന്നുവെന്ന് താൻ കരുതുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ സ്നേഹവും സങ്കടവും ഒരുപോലെ നിഴലിക്കുന്നു. മധു എന്ന മഹാനടൻ്റെ ജീവിതം ഇന്ന് വലിയൊരു സന്ദേശമാണ്. സ്നേഹിച്ചവർ പോയാലും അവരുടെ ഓർമ്മകൾക്ക് എങ്ങനെ ജീവൻ നൽകാമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ആ മുറിയുടെ വാതിൽ ഇന്നും തുറന്നു തന്നെ കിടക്കുന്നു. എവിടെയോ മറിഞ്ഞിരിക്കുന്ന തൻ്റെ തങ്കത്തിൻ്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി മാത്രം മലയാളത്തിൻ്റെ ഈ മഹാനടന് ആരോഗ്യവും ആയുസ്സും നേരാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.